അസ്സലാമലൈക്കും. എല്ലാവർക്കും മിനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആയിട്ട് ഫുള്ളറെല്ലാം നമ്മൾ ചപ്പാത്തി ചുട്ടാൻ കഴിക്കുന്ന കളർ കണ്ടിട്ട് കഴിക്കുന്ന നല്ല ചപ്പാത്തി ആയിട്ട് വന്നിട്ടുള്ളത്. പൂരി ഉണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം. നോക്കല്ലേ, ഇത് ഞാൻ പാലക്കിൻ്റെ ഭാജി അരിച്ചിട്ട് കുറച്ച് ആട്ട എടുത്തിട്ട് ആട്ടക്ക് ഹൈമവും പിന്നെ ഇതില്ലേ കരിഞ്ജീരകവും അതും ഉപ്പിട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അതിനൊരു സൈഡിൽ വെക്കണം. അതേമാതിരി ഇല്ലേ ബീട്രൂട്ട് അരച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഇതേമാതിരി ചെന്നീൽ അരപ്പക്കത്ത് അരച്ചിട്ട് അതൊരു സൈഡിൽ നമ്മൾ പിന്നെ ഇതേമാതിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും കുറച്ചും ഹൈമവും പെരുംജീരകവും കൂട്ടിയിട്ട് ഇതേമാതിരി 3 കളറിലുള്ള 3 കുറി ഉണ്ടാക്കിയിട്ട് എടുക്കണം. നമുക്ക് ഇതേമാതിരി 3 കളറായിട്ട് 3 ചപ്പാത്തി ചുട്ടെടുക്കണം. പിന്നെ ഇതേമാതിരി പിന്നെ അതിനെ റോളാക്കിയിട്ട് എടുക്കണം. നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം കഴിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് കളർ കണ്ടിട്ട് കുട്ടികൾ കഴിക്കും. ഇതേമാതിരിയുള്ള റോളാക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കണം. ഇതേമാതിരി നല്ല റിസൾട്ട് കിട്ടിയ നല്ല ഭംഗിയുണ്ട് കാണാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റ്. പിന്നെ ഞാനെല്ലാം പെരത്തിയിട്ട് ഇത് റോളാക്കിയിട്ട് മുറിച്ചെടുത്ത് ഇതേമാതിരി കഷ്ണാക്കിയിട്ട് വെച്ചൊരു സൈഡിൽ. പിന്നെ ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട് എടുത്തത് ഇതേമാതിരി നോക്കല്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതേമാതിരി സൈഡിൽ ഞാൻ കടായിക്കകത്ത് എണ്ണ വെച്ചു. ഞാൻ എണ്ണ ചൂടാകുമ്പോൾ ഇതേനെ അമർത്തിയിട്ട് ഈ അച്ചിപ്പലയിൽ ഇതിനെന്ത് നാട്ടിൽ പറയുന്നതെന്ന് അറിയില്ല, ഈ മിഷനിൽ പെരത്തിയിട്ട് അമർത്തിയിട്ട് ഇടണം. ഇങ്ങനെ നമ്മൾ പെരത്തിയിട്ട് ഇട്ടാലും മനസ്സില്ല, ചെറിയ കുഞ്ഞു റൊട്ടിയാക്കിയിട്ട് പൂരിയാക്കിയിട്ട് ഞാൻ ഇതേ മിഷനിൽ അമർത്തിയിട്ട് പെരത്തിയിട്ടിട്ട് ഇതേമാതിരി നോക്കല്ല. എണ്ണയിൽ കാണുമ്പോൾ നല്ല കളറായിട്ട് ഭംഗി കാണും. കുട്ടികൾ കഴിക്കാൻ പറ്റിയത്. കുട്ടികൾ ഈ കളർ കാണുമ്പോൾ പെട്ടെന്ന് കഴിക്കും. ഇങ്ങനെ പെരത്തിരി മുറിച്ചിരി വെച്ച കാണുമ്പോൾ തന്നെ നല്ല കേക്ക് ടൈപ്പ് കാണാൻ നോക്കല, അങ്ങനെ കഴിക്കും കുട്ടികൾ. കേക്ക് ടൈപ്പാണ് കൊണ്ട് നോക്കല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കഴിക്കാനും കാണാനും നല്ല ടേസ്റ്റി ഉണ്ട്. എന്തായെങ്കിലും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. ബൈ. അസ്സലാമു അലൈക്കും.